പ്രിയമുള്ളവരെ, കൊല്ലത്ത് നിന്നും ഒരു വാർത്ത വരുന്നുണ്ട്. വാർത്ത മറ്റൊന്നുമല്ല, 2016 തനിക്ക് നിയമസഭാ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് വിട്ട് CPM-ലെത്തിയ മുൻ AICC മെമ്പറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഷാഹിദ കമാൽ തിരികെ കോൺഗ്രസിലെത്തുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. അതിന് ഇതിവൃദ്ധമായ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഷാഹിദ കമാൽ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റിലെ ഇതിവൃത്തം എന്തെന്നാൽ, അവർ മുതിർന്ന കോൺഗ്രസ് നേതാവും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലിനോടും ഒപ്പം പഴകുളം മധു MLA-യോടും ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോയ്ക്ക് അവർ എന്തെങ്കിലും ക്യാപ്ഷനോ അടിക്കുറിപ്പുകളോ ഒന്നും കൊടുത്തിട്ടില്ല. ആ ചിത്രത്തിൽ അവർ KC വേണുഗോപാലിനെ ഷാൾ അണിയിക്കുന്നുമുണ്ട്. ചില രാഷ്ട്രീയ നിരൂപകരും രാഷ്ട്രീയ വിദ്യാർത്ഥികളും ഒക്കെ പറയുന്നത് ഷാഹിദ കമാൽ ഒരുപക്ഷെ കോൺഗ്രസിലെത്തിയേക്കാനുള്ള ശ്രമം തുടങ്ങിയെന്നാണ്. അതാണ് അവർ ക്യാപ്ഷനോട് കൂടിയൊന്നുമല്ലാതെ കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ശക്തിയായ രാഷ്ട്രീയ ശക്തിയായ KC വേണുഗോപാലിൻ്റെ ചിത്രം പങ്കുവെക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് അനുമാനിക്കാവുന്ന ഒരു സത്യമായി അവർ വിലയിരുത്തുന്നത്. നമുക്കറിയാവുന്ന പോലെ ഷാഹിദ കമാൽ തനിക്ക് വിജയിക്കുവാനുള്ള സീറ്റ് നൽകിയില്ല. ഒരു പ്രാവശ്യം അവർക്ക് കാസർഗോഡ് മത്സരിക്കേണ്ടി വന്നു. അതും കോൺഗ്രസ് വിജയിക്കുന്ന ഒരു സീറ്റല്ല. പിന്നീട് ചടയമംഗലത്ത് 2011 അവർക്ക് സീറ്റ് കൊടുത്തു. അവിടെയും അവർക്ക് വിജയിക്കുവാൻ കഴിഞ്ഞില്ല. അത് രണ്ടും അവർക്ക് വിജയിക്കുവാൻ കഴിയാത്ത സീറ്റാണ് കോൺഗ്രസ് കൊടുത്തത്. 2014 അവരെ പരിഗണിച്ചതുമില്ല എന്ന കാര്യം പറഞ്ഞാണ് അവർ കോൺഗ്രസ് വിടുന്നത്. പക്ഷേ നമുക്ക് ആ രാഷ്ട്രീയ ചിത്രമൊക്കെ പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. 2011 അവർക്ക് ചടയമംഗലം സീറ്റ് കൊടുക്കുമ്പോൾ അവിടെ സീറ്റ് നിഷേധിക്കപ്പെട്ടത് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ചടയമംഗലത്തെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവിനാണ്. കാരണം അദ്ദേഹം 2001 അവിടെ നിന്ന് വിജയിച്ച് MLA ആയ ആളാണ്. 2006 അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നത് വെറും 4000 വോട്ടുകൾക്കാണ്. 2006 ഒരു രാഷ്ട്രീയ ചിത്രം നമുക്കറിയാം. കോൺഗ്രസും UDF-ഉം ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയ വർഷമാണ് 2006. കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം, DICK-യുടെ ഒരു രൂപീകരണം, 2006 ഇലക്ഷനിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും MK മുനീറും ഉൾപ്പെടുന്ന നേതൃനിര തന്നെ തോറ്റുപോയ ആ ഇലക്ഷനിൽ മത്സരിച്ചിട്ടും വെറും 4000 വോട്ടുകൾക്ക് മാത്രം മുല്ലക്കര രത്നാകരൻ എന്ന് പറയുന്ന ചടയമംഗലത്തിലെ ഏറ്റവും സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് വെറും 4000 വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട 2001 അവിടെ നിന്ന് MLA വിജയിച്ച പ്രയാർ ഗോപാലകൃഷ്ണന് സീറ്റ് നിഷേധിച്ചുകൊണ്ടാണ് അവിടെ നമ്മുടെ ഷാഹിദ കമാലിന് സീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഷാഹിദ കമാലിനെ അവിടെ പരിഗണിച്ചില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല, ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു കാര്യമെടുത്താലും കൊല്ലത്ത് നിന്ന് തന്നെയുള്ള, അതായത് ഷാഹിദ കമാൽ വരുന്ന കൊല്ലത്ത് നിന്ന് തന്നെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താനാണ് അവിടെ 2 തവണയായിട്ട് കാസർഗോഡ് നിന്നുള്ള MP. അവിടെ നേരത്തെ സിദ്ദീഖ് മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ടാൽ പെട്ടിയും തൂക്കി നാട്ടിൽ വരാതെ അവിടേക്ക് നിന്ന് വർക്ക് ചെയ്താൽ വിജയിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും മെനക്കെടാതെ ഷാഹിദ കമാൽ CPM-ലെത്തി. ഇപ്പോൾ 10 പ്രാവശ്യം അവരുടെ ഭാഗമായിട്ട് അവരുടെ ആലയത്തിൽ പോയി ആഹാരവും ഉപ്പും ചോറുമൊക്കെ ഉണ്ട്. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ തിരികെ വരുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന പേരിൽ കോൺഗ്രസിൻ്റെ സൈബിടങ്ങളിൽ നിന്ന് ഇതിനെതിരെ ഒരു ആക്രമണം നടക്കുന്നുണ്ട്. അവർ പറയുന്നത് വരുന്നുവെങ്കിൽ വന്നോട്ടെ, അല്ലാതെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമോ എന്തെങ്കിലും പദവികളോ കൊടുത്ത് അവരെ കൊണ്ടുവരണ്ട എന്ന ഒരു ചർച്ചയാണ് കോൺഗ്രസിൻ്റെ സൈബരങ്ങളിൽ നടക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ ഷാഹിദ കമാലിനോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ നോക്കിയാൽ അവർ നിരന്തരം പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പോൾ ആ പരാജയത്തിലൊന്നും അടിപതറാതെ പാർട്ടി വിട്ടു പോകാതെ നിന്നതിൻ്റെ ഫലമായപ്പോൾ ഇപ്പോൾ അവർ മന്ത്രിമാരും മറ്റുമായിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ ചാത്തന്നൂരിൽ നിയമസഭയിൽ നിന്ന് പരാജയപ്പെട്ടു 2011. പിന്നെ ആറ്റിങ്ങൽ ലോക്സഭയിൽ നിന്ന് പരാജയപ്പെട്ടു. കൊല്ലത്ത് നിന്ന് ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു. അന്ന് അവർ നല്ലതുപോലെ വർക്ക് ചെയ്ത ഒരു ഇലക്ഷൻ ആയിരുന്നു. മുകേഷിനെതിരെ ഒരുപാട് അലിഗേഷൻ ഉണ്ടായിട്ട് പോലും കൊല്ലത്ത് നിന്ന് അവർക്ക് മുകേഷിനെ തോൽപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ അവർ വിജയിച്ച് മന്ത്രിയായി. അതായത് ക്ഷമയോടുകൂടി നിന്നതിന് അവർക്കൊരു പ്രതിഫലമുണ്ടായി. അവരിപ്പോൾ മന്ത്രിയായി. അതുപോലെ ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യമെടുത്താലും ഷാനിമോൾ ഉസ്മാൻ നിരന്തരം ഇലക്ഷനിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. പെരുമ്പാവൂരിൽ നിന്ന്, ഒറ്റപ്പാലത്ത് നിന്ന്, അതുപോലെ ആലപ്പുഴ ലോക്സഭയിൽ നിന്ന്, അരൂരിൽ നിന്ന് ഒരു പ്രാവശ്യം വിജയിച്ചു. അടുത്ത പ്രാവശ്യം ദലീമയോട് പരാജയപ്പെട്ടു. കുറഞ്ഞ ഒരു കാലഘട്ടം മാത്രമാണ്, ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ മാത്രമാണ് അവർക്ക് അരൂരിൽ നിന്ന് മത്സരിച്ച് MLA ആകുവാൻ കഴിഞ്ഞത്. ഇപ്പോൾ 2026 വരെ മത്സരിച്ചു ഡെപ്യൂട്ടി സ്പീക്കറായി. അതായത് ബിന്ദു കൃഷ്ണയും മന്ത്രിയായി. ഇപ്പോൾ
നമ്മുടെ ഷാനിമോൾ ഉസ്മാനും ഡെപ്യൂട്ടി സ്പീക്കറായി. അതായത് ക്ഷമയോടുകൂടി നിന്നതിൻ്റെ ഒരു പ്രതിഫലം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മുടെ ഷാഹിദ കമാൽ അതിനൊന്നും നിന്നില്ല, മത്സരിച്ച് പരാജയപ്പെട്ടു. അതും പ്രയാർ ഗോപാലകൃഷ്ണനെ പോലെ പ്രഗത്ഭനായ ഒരാൾക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ട് അവർക്ക് സീറ്റ് കൊടുത്തു. അവിടെ മത്സരിച്ച് വിജയിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ മണ്ഡലത്തിൽ ചടയമംഗലത്ത് നിന്ന് പ്രവർത്തിച്ച് മത്സരിച്ച് വിജയിക്കുവാൻ ശ്രമിക്കാതെ 2016 അവർക്ക് സീറ്റ് കിട്ടിയില്ല, ഒരു പ്രാവശ്യം സീറ്റ് കിട്ടിയില്ല എന്ന ഒരു ഉപാധി പറഞ്ഞ് CPM എത്തുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിനുശേഷം അവർ വനിതാ കമ്മീഷൻ മെമ്പറായി. വെറും വനിതാ കമ്മീഷൻ മെമ്പറായി അവർ ഒതുങ്ങേണ്ട ഒരാളല്ല. ഒരുപക്ഷെ ഇപ്പോൾ UDFൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ MLAയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡ് കോർപ്പറേഷൻ്റെ ഭാഗമോ ഒക്കെ ആയി ചെയർമാനൊക്കെ ആയിരിക്കേണ്ട ആളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അവർക്ക് അതിനൊന്നും ക്ഷമയോട് നിൽക്കുവാൻ കഴിഞ്ഞില്ല. ചടയമംഗലത്തെ കാര്യം പറയുകയാണെങ്കിൽ MM നസീർ ആ സീറ്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് നിന്ന് വർക്ക് ചെയ്ത് കോൺഗ്രസിന് വേണ്ടി പിടിച്ചെടുക്കുകയായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇനി പാർട്ടി വിട്ടുപോയ മറ്റൊരു താരം ലതിക സുഭേഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ അവസ്ഥയും ഇങ്ങനെ തന്നെ. കോട്ടയത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മത്സരിച്ച് 100 വോട്ട് കിട്ടിയോ എന്ന് സംശയമാണ്. 3ാം സ്ഥാനത്തോ മറ്റോ എത്തി എന്നതാണ് മറ്റൊരു കാര്യം. ഇനി ശോഭന ജോർജ് എന്ന് CPMകാർ മറ്റൊരു അപരനാമത്തിൽ വിളിച്ചിരുന്ന വ്യക്തിത്വത്തിൻ്റെ കാര്യമെടുത്താലും അവർ ചെങ്കൊടിയൊക്കെ പിടിച്ച് ചുവന്ന സാരിയൊക്കെ ഉടുത്ത് നടന്നിരുന്നു. അവരെയും കോൺഗ്രസ് പാർട്ടി പരിഗണിക്കാവുന്നതിൻ്റെ പരമാവധി പരിഗണിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് അവർ 3ഓ 4ഓ പ്രാവശ്യം MLA ആയിട്ടുണ്ട്. പിന്നെ മന്ത്രിയാകാനൊക്കെ നടത്തിയ ചില തറപ്പണികളൊക്കെ അന്ന് വിവാദമായിരുന്നു. അതിനുശേഷം അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അവരെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നിയമസഭയിൽ മത്സരിപ്പിച്ചു. അത് ശരത്ചന്ദ്ര പ്രസാദിനെ പോലെ പ്രഗത്ഭനായ ഒരാൾക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ട് അവിടെ അവർ പരാജയപ്പെട്ടതിന് ശേഷം ഇനി ഒരു പക്ഷേ പാർട്ടിക്ക് അവരെ പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം പരമാവധി കോൺഗ്രസ് അവർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അവസരങ്ങൾ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മറുകണ്ഠം ചാടി CPMൻ്റെ പാളയത്തിലെത്തി. അവിടെയും എന്തൊക്കെയോ ഗാന്ധി ഗ്രാമവുമായി ബന്ധപ്പെട്ട് ഖാദി ബോർഡിൻ്റെ ആണെന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായി അറിയില്ല, അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ചെയർമാൻ സ്ഥാനമൊക്കെ വഹിച്ചു. ഇപ്പോൾ അവരും ഈ കോൺഗ്രസിലെത്തുവാനുള്ള ചില ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അധികാരത്തിൻ്റെ ഭാഗമല്ലാതിരിക്കുമ്പോൾ പാർട്ടിയെ തള്ളിപ്പറയുകയും ശത്രുക്കളോടൊപ്പം ചേർന്ന് പാർട്ടി പ്രവർത്തകർ തേജോവധം ചെയ്യുകയും പിന്നീട് ഈ അധികാരം കിട്ടുമ്പോൾ കതറൊക്കെ ഇട്ട് അനന്തപുരിയുടെ ഇടനാഴികളിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും കഴിഞ്ഞ ദിവസം AD സതീശൻ പറഞ്ഞത് കോൺഗ്രസ്സുകാർക്ക് വേദന ഉണ്ടാക്കുന്നത് ഒന്നും ചെയ്യില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് നന്ന് എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊന്ന് ഈ ദീപ്തി മേരി വർഗീസിൻ്റെ കാര്യമാണ്. ഈ വനിതാ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അവരുടെ കാര്യം പറയുന്നത്. കാരണം അവർക്ക് കൊച്ചി മേയർ സ്ഥാനം നിഷേധിക്കപ്പെട്ടു. പിന്നീട് തൃക്കാക്കരയിൽ നിയമസഭയിൽ മത്സരിക്കുവാൻ അവസരം നിഷേധിക്കപ്പെട്ടു. ഇനി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തു നിന്നുകൂടി അവരുടെ പേര് വെട്ടിമാറ്റുന്നത് ഉചിതമല്ല എന്ന ഒരു നിരീക്ഷണം എനിക്കുണ്ട്. കാരണം ഈ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഇവരൊക്കെ കോൺഗ്രസ് വരുവാൻ ശ്രമിക്കുന്നത് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയാണ് എന്ന ഒരു വാദം നിലനിൽക്കുന്നതാണ് കൊണ്ടാണ് പറയുന്നത്. അവരെ പരിഗണിക്കണം എന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ചില ഇടങ്ങളിൽ നിന്ന് വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അവർ ഇലക്ഷൻ്റെ സമയത്ത് CPMുമായി ഒത്തുചേർന്ന് പോയി തനിക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ ഭാഗമായി CPM സ്ഥാനാർത്ഥിയെ ചില സ്ഥലങ്ങൾ സഹായിച്ചു എന്നൊക്കെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെയും പരിഗണിക്കേണ്ട. കാരണം പാർട്ടി നേതാക്കന്മാരുടെ ഇടയിൽ തെളിവുണ്ടെങ്കിൽ അവരെയും പരിഗണിക്കേണ്ട. അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെ പരിഗണിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും ആവശ്യം. തൽക്കാലം ഈ വീഡിയോ ഇടാവുന്നത്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.